100% വിവിപാറ്റുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അനാവശ്യ സംശയങ്ങൾ വേണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഹാക്കിങ്ങിന് തെളിവില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. വോട്ടെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണം ശരിവെച്ചുകൊണ്ടാണ് 100% വിവിപാറ്റുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളിയത്. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് അനാവശ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. അതേസമയം ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന യൂണിറ്റ് മുദ്രവെക്കണമെന്നും ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന SLU 45 ദിവസം സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് മൈക്രോ കൺട്രോളർ പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാമെന്നും അതിനുള്ള ചെലവ് സ്ഥാനാർത്ഥി വഹിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം നടന്നു എന്നതിന് തെളിവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാകില്ലെന്നും വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചിരുന്നു. ജനം, ഡൽഹി.